ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഡേ ആണ്. എൻ്റെ കുടുംബക്ഷേത്രത്തിലെ പൊങ്കാലയാണ്. കഴിഞ്ഞ 7 കൊല്ലത്തിന് ശേഷം, അതായത് എൻ്റെ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ കുടുംബക്ഷേത്രത്തിലെ പൊങ്കാല ഇടുന്നത്. ഇത് റീന ആൻറ്റിയുടെ വീട്ടിലാണ് വർഷങ്ങളായിട്ട് എൻ്റെ അമ്മ പൊങ്കാല ഇടുന്നത്. വർഷങ്ങൾ കൊണ്ടുള്ള ബന്ധമാണ്. കുഞ്ഞുനാൾ തൊട്ടേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. സോ അതിൻ്റെ ഒരു ഫ്രീഡം ആ വീട്ടിൽ നമുക്കുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ആൻറ്റി അടുപ്പെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദേ എൻ്റെ അമ്മക്കുട്ടി നിൽക്കുന്നു. ഞങ്ങൾ വന്ന പാടെ തന്നെ കലവും കൊതുമ്പും ചൂട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്പലത്തിലെ അടുപ്പിലുള്ള തീ ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ പെട്ടെന്ന് അത് തന്നെ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ വേണ്ടി കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും തിളയ്ക്കുന്നു എന്നുള്ള ധർമ്മസങ്കടത്തിലായിരുന്നു ഞാൻ. കണ്ടോ, എൻ്റെ എല്ലാം അണഞ്ഞു പോകുന്നുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് ഞാൻ കത്തിക്കും, അത് അണഞ്ഞു പോകും. പക്ഷേ അടുത്തുള്ളവരോട് നോക്കിയപ്പോൾ ആടും തിളയ്ക്കാതെ കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും കുറുമ്പി എൻ്റെ വീഡിയോ ഒക്കെ എടുത്തങ്ങ് റെഡിയാക്കി. പിന്നെ വീഡിയോ ഇവിടെ കണ്ടാലും നമ്മൾ പോസ് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാനൊരു പോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക്. ഇച്ചിരി തിള വന്ന ഉടനെ തന്നെ ഞാൻ എൻ്റെ അരിയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ദൈവം അമ്മേനെ പ്രാർത്ഥിച്ച് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൊങ്കാല ഇടുന്നത്. എൻ്റെ മോൻ കാണുമ്പോൾ തന്നെ എന്തോരം ഞാനവിടെ ബുദ്ധിമുട്ടിയോടെ നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. പക്ഷെ കലത്തിൻ്റെ പ്രശ്നമാണോ, തീയുടെ പ്രശ്നമാണോ, എൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അതൊരു വിധത്തിൽ പൊങ്ങി തൂകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അരി തിളച്ച ഉടനെ തന്നെ ഞാൻ ശർക്കരയും പഴമൊക്കെ ഇട്ടു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ, കാരണം പൊങ്കാല ഇടുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയാമല്ലോ. ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ അധികം സാധിക്കാറില്ല. എല്ലാം ചെയ്ത പൊങ്കാല ഇട്ടതിന് ശേഷം അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കുറേ ആൾക്കാർ അടുത്ത സെറ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പെണ്ണുങ്ങൾ ആ ഗ്യാപ്പിൽ ഒരു സർബത്തൊക്കെ അടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഇതൊക്കെയല്ലേ ഒരു രസം. പണ്ടത്തെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും അമ്പലത്തിൽ നിന്ന് നേദിക്കാൻ പൂജാരി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വളരെ ഹാപ്പിയായിട്ട് എല്ലാം പാക്ക് ചെയ്ത് ഞാനും അമ്മയും അവിടെ നിന്ന് ഇറങ്ങി.